ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓണം ഫോട്ടോഷൂട്ട് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ചെമ്മന്തിട്ട ടെമ്പിളിൻ്റെ അവിടെയാണ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മല്ലൻകുഴിയിലാണ് ഷൂട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്പോട്ട് ഉണ്ട്, അപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഈ മല്ലൻകുഴിയുടെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പോട്ടിലോട്ടല്ല നമ്മൾ പോയത്, ആ അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ചെയ്യാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു സ്പോട്ടുണ്ട്. നല്ല റബ്ബർ തോട്ടങ്ങളും അതുപോലെ കുഞ്ഞു പാറയൊക്കെ ആയിട്ട് ഇരിക്കാനും ഒക്കെ സെറ്റപ്പായിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ആണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ എടുത്ത ഫോട്ടോസും കഴിഞ്ഞ വട്ടം നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയുണ്ട് നോക്ക്. കഴിഞ്ഞ വിഷുവിന് ഞാൻ ഈ കസ്റ്റമറുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ആ ഫോട്ടോസ് എടുത്ത് അന്ന് രാവിലെ എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ കോടനാട്ട് മനയിൽ വെച്ചിട്ടായിരുന്നു ആ ഷൂട്ട് ഉണ്ടായിരുന്നത്. അത് കഴിയുമ്പോൾ തന്നെ കുറച്ച് രാവിലെ പോയിട്ട് ഉച്ചയുടെ അടുത്തായി അത് കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാളെ നമുക്ക് എടുത്താലോ, വൈകിട്ട് എടുത്താലോ. അപ്പോൾ ഒന്നും എല്ലാം ഫ്രീ ആവുമെന്ന് ഉറപ്പില്ലെന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു എന്തായാലും രാവിലെ. അപ്പോൾ ഞാൻ ആ രാവിലെ ഷൂട്ട് പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയത്തിന് ഫ്രീ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്തായാലും ആ ടൈമിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൻ്റെ അവിടെ പോയിട്ടാണ് എടുത്തത്. പക്ഷേ ആ ടൈമിലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിചാരിച്ചോളുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ നന്ന് പറ്റിയില്ല. അതുകൂടി കുറച്ച് ഫോട്ടോസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഓണം വന്നിട്ട് ഈ ടൈമിൽ പിന്നെ വിളിച്ചപ്പോൾ ഓക്കെ, ഞാനും ഇന്നാണ് ഫ്രീ ആയത്. വർക്കും കാര്യങ്ങളും പിന്നെ അതിന് മുന്നേ കഴിഞ്ഞാൽ ഷൂട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എന്താ ഫ്രീ ആയത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പോയി ഈ ഒരു സ്പോട്ടാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം